ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മഴയാണ്. ഇന്നൊന്നല്ല, കുറച്ച് ദിവസമായിരിക്കണം ഇവിടെയൊക്കെ നല്ല മഴയാണ് പാലക്കാട്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു കറി വെക്കലുണ്ടോ എന്ന് അറിയില്ല. ഞങ്ങളിവിടെ പാലക്കാട്ടുകാരൊക്കെ ഇങ്ങനെ വെക്കും. പരിപ്പിൻ്റെ കൂടെ എല്ലാ പച്ചക്കറി ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയാണ്. ഇങ്ങനെ എല്ലാ പച്ചക്കറിയും പരിപ്പിൽ ഇട്ടിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാകുക. ഇതിലൊരുവിധം പച്ചക്കറിയൊക്കെ ഉണ്ട്. പരിപ്പ്, മുരിങ്ങക്കായ്, കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, കത്തിരിക്ക എല്ലാം പാടിട്ടിട്ട് നല്ലൊരു കറിയാണ്. നമ്മൾ ഓരോന്നിട്ട് വെക്കണതിനെക്കാട്ടിയും എല്ലാതും കൂടുതലൊന്നും വേണ്ട. എല്ലാ പച്ചക്കറി ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനൊരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഞാൻ എടുത്തുനിന്ന് ബീൻസ് ഉപ്പേരിയാണ്, പിന്നെ ചിക്കൻ പൊരിച്ചതാണ്. അതാണ് ഉച്ചക്കലത്തുണ്ടായിരുന്നത്. പിന്നെ അതാ വൈകുന്നേരത്ത് കുറച്ച് ചക്കരക്കിഴങ്ങ് കിട്ടിയപ്പോൾ അതിനെ നല്ലപോലെ കഴുകി അതിൽ കേട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും പുഴുങ്ങണതൊക്കെ അറിയാം. പിന്നെ അതെന്തിനാ റെസിപ്പി ഇട്ട് പറഞ്ഞാൽ ചക്കരക്കിഴങ്ങ് എല്ലാ അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ്. തൈറോയ്ഡുകാർക്ക് ഷുഗറുകാർക്കും ഒന്നും പൂളക്കിഴങ്ങ് കഴിക്കാൻ പറ്റില്ല, പക്ഷേ ചക്കരക്കിഴങ്ങ് കഴിക്കാം. അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പിട്ട് ഞാൻ വേവിച്ച് ഇതൊരു നേരത്തെ ഭക്ഷണമാക്കിയിട്ടും കഴിക്കാം. നമുക്ക് ഏത് നേരത്തും ചെറിയവർക്കായാലും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഭക്ഷണമാണ് ചക്കരക്കിഴങ്ങ്. ഞാനിതിന് മുമ്പ് ഒരു മാതള മുളക് വറ്റിക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെക്കാം. ഇത്ര നേരം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇന്ന് കാര്യപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല,